We are going to go to the book of Psalms chapter 89 verses 19 to 24. നമ്മൾ സങ്കീർത്തന പുസ്തകത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാൻ പോവുകയാണ്. അതിൻ്റെ 89-ാമത്തെ അധ്യായം 19 മുതലുള്ള വേദഭാഗങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. How many of you are ready for the word? നിങ്ങൾ എത്ര പേർ ദൈവവചനം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറുണ്ട്? Amen. Amen. Notebooks are ready? നോട്ട്ബുക്കുകളെല്ലാം നിങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? Bibles are ready? ബൈബിളുകൾ തയ്യാറാണോ? If it's ready, let's read together from verse 19. Of old you spoke in a vision to your godly one and said, I have granted help to one who is mighty. I have exalted one chosen from the people. സങ്കീർത്തനം 19:19 അന്ന് നീ ദർശനത്തിൽ നിന്റെ ഭക്തന്മാരോട് അരുളി ചെയ്തത്, ഞാൻ വീരനായ ഒരുത്തന് സഹായം നൽകുകയും ജനത്തിൽ നിന്ന് ഒരു വൃതനെ ഉയർത്തുകയും ചെയ്തു. I have found David, my servant. With my holy oil I have anointed him. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. So that my hand shall be established with him, my arm also shall strengthen him. എൻ്റെ കൈ അവനോട് കൂടെ സ്ഥിരമായിരിക്കും, എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും. The enemy shall not outwit him, the wicked shall not humble him. ഞാൻ അവൻ്റെ വൈരികളെ അവൻ്റെ മുൻപിൽ തകർക്കും, അവനെ പകയ്ക്കുന്നവരെ സംഹരിക്കും. I will crush his foes before him and strike down those who hate him. Verse 24. My faithfulness and my steadfast love shall be with him, and in my name shall his horn be exalted. 24 എന്നാൽ എൻ്റെ വിശ്വസ്തതയും ദയയും അവനോട് കൂടെയിരിക്കും, എൻ്റെ നാമത്തിൽ അവൻ്റെ കൊമ്പ് ഉയർന്നിരിക്കും. Can we together lift up our hands and shout a hallelujah? കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാലോ? This is a psalm written where we have so much to unpack from this particular scripture portion. ഈ സങ്കീർത്തനം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുവാനുണ്ട്. Let's come to verse 19 and break it verse by verse. ഇതിൻ്റെ 19-ാമത്തെ വാക്യം നമ്മൾ എടുത്ത് ഓരോ വചനങ്ങൾ എടുത്ത് വെച്ച് നമ്മളത് ധ്യാനിക്കാൻ പോവുകയാണ്. I hope you will come with me from the beginning to the end because there's something for you. നിങ്ങൾ ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടി എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. കാരണം നിങ്ങൾക്ക് പ്രാപിക്കുവാനുള്ള ചിലത് ഈ വചനങ്ങളിൽ ദൈവം വെച്ചിരിക്കുകയാണ്. Amen. ഹല്ലേലൂയ. It says, of old you spoke in a vision to your godly one. അന്ന് പഴയ കാലത്ത് നീ ദർശനത്തിൽ നിന്റെ ഭക്തന്മാരോട് സംസാരിച്ചു. How did God speak? എങ്ങനെയാണ് ദൈവം സംസാരിച്ചത്? Through a vision. അവ ദർശനങ്ങളിലൂടെയാണ് സംസാരിച്ചത്. How many of you believe God speaks through visions? നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു ദൈവം ദർശനങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്? How many of you have seen any visions in your life? നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ദർശനങ്ങൾ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് കൈ ഉയർത്താമോ? There are different kinds of visions. പലതരത്തിലുള്ള ദർശനങ്ങളുണ്ട്. When we close our eyes and when we see God suddenly shows a picture that is a closed vision or a normal vision. നമ്മൾ കണ്ണുകൾ അടച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കണ്ണുകൾ അടഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ദൈവം ചിലത് നമ്മളെ കാണിക്കുകയാണ്. അത് ക്ലോസ്ഡ് വിഷൻ, നമ്മുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ദർശനമാണിത്. But sometimes even when our eyes are open, even when we can see the things, the objects here, we see an open vision and we can see things in using our natural eye. നമ്മുടെ കണ്ണുകൾ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഈ വസ്തുവകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ ആ കണ്ണ് തുറന്നിരിക്കുമ്പോൾ തന്നെ ചില ദർശനങ്ങൾ നമുക്ക് തുറന്നിരിക്കുന്ന കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയും. For all those who know technology, it is similar to augmented reality. ആ ടെക്നോളജി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഓഗ്മെന്റഡ് റിയാലിറ്റി പോലത്തെ ഒരു സാങ്കേതിക വിദ്യ പോലെയാണ്. Augmented reality is when you can see things in this thing, you can see the physical things, but you can also see other objects that are not in the physical, but you can see that also. ഓഗ്മെന്റഡ് റിയാലിറ്റിയിൽ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് കാണുന്നതിനോടൊപ്പം തന്നെ എന്നാൽ ഇവിടെ ഇല്ലാത്ത ഫിസിക്കലി ഇവിടെ ഇല്ലാത്ത ചില സാധനങ്ങളും കൂടെ സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ നമുക്ക് കാണുവാൻ ആ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി ചെയ്യുന്നത്. But however what kind of vision you see, the main thing is
what is a vision given to you. The main thing is, what is the purpose of a vision? നിങ്ങൾ ഏത് രീതിയിലൊക്കെയാണ് ദർശനങ്ങളെ കണ്ടാലും അതിലെ പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ആ ദർശനം അതിൻ്റെ ഉദ്ദേശമാണ്. എന്തിനാണ് നമുക്ക് ആ ദർശനം ദൈവം നൽകുന്നത്? How many of you see dreams? എത്ര പേർ സ്വപ്നങ്ങൾ കാണാറുണ്ട്? If you see dreams, why does God give you dreams? നിങ്ങൾ സ്വപ്നം കാണുന്നവരാണെങ്കിൽ എന്തിനാണ് ദൈവം നിങ്ങൾക്ക് സ്വപ്നങ്ങളെ നൽകുന്നത്? Some of you might have heard the voice of God. നിങ്ങൾ ചില ആളുകൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാറുണ്ട്. Sometimes within, നമ്മുടെ ഉള്ളിലായിരിക്കും ചിലപ്പോൾ ആ ശബ്ദം കേൾക്കുന്നത്. Very rarely, maybe through your ears. വളരെ പരിമിതമായി നമ്മുടെ ചെവികൾ കൊണ്ട് നമ്മൾ കേൾക്കാറുണ്ട്. But why does God do that? എന്തിനാണ് ദൈവം അത് ചെയ്യുന്നത്? These are all different modes of communication that God uses to speak to his people. ഇത് ദൈവം വ്യത്യസ്തമായ രീതികൾ തൻ്റെ ജനത്തോട് ദൈവം സംസാരിക്കുന്ന വിധങ്ങളാണ് ഇപ്രകാരമുള്ളത്. Hallelujah. Hallelujah. Dreams, visions, through his words, through the word of God. God speaks in multifarious ways to tell or to communicate something to his children. ദൈവം ദർശനങ്ങളിലൂടെ, സ്വപ്നങ്ങളിലൂടെ, ദൈവവചനത്തിലൂടെ വിവിധങ്ങളായ രീതികളിൽ തൻ്റെ ജനത്തോട് ദൈവം സംസാരിക്കാറുണ്ട്, ദൈവം സംവദിക്കാറുണ്ട്. Hallelujah. Hallelujah. In the book of in the book of Amos chapter 3 verse 17 it says, "For the Lord God does nothing without revealing his secret to his servants the prophets." ആമോസ് 3:7 യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. Amen. Amen. So you see how important a prophetic word is. നിങ്ങൾക്കൊരു പ്രവചന ദൂത് എത്രത്തോളം പ്രാധാന്യമുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമോ? When a man of God or a woman of God releases a prophetic word, and if it is the word of God, it is so important and we need to treat it with such utmost respect. ഒരു ദേവദാസൻ, ഒരു ദേവദാസി വലിയ രീതിയിൽ ദൈവത്തിന്റെ ദൂതുകൾ, പ്രവചന ദൂതുകൾ അരുളപ്പാടിലൂടെ അറിയിക്കുമ്പോൾ, പ്രസംഗത്തിലൂടെ മറ്റു ദൈവദൂത് അറിയിക്കുമ്പോൾ നമ്മൾ അത്രയും പ്രാധാന്യത്തോടെ, അതിനത്രയും വില കൊടുത്തുകൊണ്ട് ആ പ്രവചന ദൂതുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. Scripture says, "Do not despise prophecies." ആ ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്ന പ്രവചനത്തെ നമ്മൾ തുച്ഛീകരിക്കരുത്. Do not despise what the Lord has revealed to his servants. ദൈവദാസന്മാർക്ക് ദൈവം വെളിപ്പെടുത്തുന്ന ദൂതുകൾ, പ്രവചന ദൂതുകൾ, നമ്മൾ അതിനെ വില കുറച്ച് കാണരുത്. Hallelujah. Hallelujah. We have a speaking God. നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. Can I tell you something? ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ. Our God is not a God who is hiding behind a glass cabin. നമ്മുടെ ദൈവം ഒരു ചില്ല് പാളിക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമല്ല. Our God is not a God who is hiding in the refrigerator like a watermelon. ഒരു തണ്ണിമത്തനെ പോലെ റെഫ്രിജറേറ്ററിനകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. Our God is a speaking God who speaks with power and authority. നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. അധികാരത്തോടും ശക്തിയോടും കൂടെ തന്റെ ജനത്തോട് സംസാരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. And he does it by revealing visions, dreams through his servants. തന്റെ ദാസന്മാർക്ക് ദർശനങ്ങളിലൂടെ, സ്വപ്നങ്ങളിലൂടെ ദൈവം സംസാരിക്കുന്നവനാണ്. You know, in the book of Acts we read, "On the last days the Lord shall pour out his spirit upon all flesh. Your sons and your daughters shall prophesy. Your young men shall see visions. Your old men shall dream dreams." അപ്പോസ്തലർ 2:17 അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. Hallelujah. Hallelujah. So value what the Lord is revealing. ദൈവം നമ്മളോട് വെളിപ്പെടുത്തുന്ന ഓരോ ദൈവികമായ ദൂതുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. Let's go back to verse 19 of Psalms 89. ആ സങ്കീർത്തനം 89:19 നമുക്ക് മടങ്ങി പോകാം. Of old you spoke in a vision to your godly one. അന്ന് നീ ദർശനത്തിൽ നിന്റെ ഭക്തന്മാരോട് അരുളി ചെയ്തു. And what is God revealing? ദൈവം എന്താണ് വെളിപ്പെടുത്തുന്നത്? We have to see this with very importance. വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ശ്രദ്ധിക്കണം. I have granted help to one who is mighty. I have exalted one chosen from the people. ഞാൻ വീരനായ ഒരുത്തന് സഹായം നൽകുകയും ജനത്തിന് ഒരു വൃദ്ധനെ ഉയർത്തുകയും ചെയ്യുന്നു. God says, "I have chosen one person." ദൈവം പറയുകയാണ്, ഞാൻ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്.
I have chosen one person. ഞാൻ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. I can choose anyone. എനിക്ക് ആരെയും തിരഞ്ഞെടുക്കാൻ കഴിയും. But I have chosen one person. ഞാൻ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. I can choose anyone. എനിക്ക് ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. But from everybody, എല്ലാവരുടെയും ആളുകളുടെ ഇടയിൽ നിന്ന് I have chosen one person. ഞാൻ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. I could have chosen anyone. ആരെ വേണമെങ്കിലും എനിക്ക് തിരഞ്ഞെടുക്കാം. But from everybody, എന്നാൽ എല്ലാവരുടെയും ഇടയിൽ നിന്ന് I have chosen one. ഒരു വ്യക്തിയെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. And I have brought him apart. ഞാൻ അവനെ വേർതിരിച്ചിരിക്കുകയാണ്. I have chosen him. ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. You know, we could have. How many of you make tea in the morning? എത്ര പേർ ചായ ഉണ്ടാക്കാറുണ്ട് രാവിലെ? Okay. In your kitchen, you have many cups. കിച്ചണിൽ നിങ്ങൾക്ക് ഒത്തിരി കപ്പുകളുണ്ട്. You have many drawers. ഒത്തിരി ഡ്രോകളുണ്ട്. You open all these drawers. ആ ഡ്രോകളെല്ലാം നിങ്ങൾ വലിച്ചു തുറക്കും. And you choose one cup. അതിനകത്തുനിന്ന് ഒരു കപ്പ് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. Why did you choose that cup? എന്തിനാണ് ആ കപ്പ് തിരഞ്ഞെടുത്തത്? I felt like choosing it. എനിക്കത് തിരഞ്ഞെടുക്കുവാൻ അങ്ങനെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് തിരഞ്ഞെടുത്തു. All the other cups are sitting there. അവിടെ ഒത്തിരി കപ്പുകൾ ഇരിപ്പുണ്ട്. But I have chosen one. പക്ഷേ ഒരു കപ്പ് മാത്രമാണ് തിരഞ്ഞെടുത്തത്. And I have chosen one. ഞാൻ ഒരു ആളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. From everybody. എല്ലാവരുടെയും ഇടയിൽ നിന്ന്. Thank you, brother. Thank you. Brother, നല്ലൊരു കൈയടി കൊടുത്തേ. I have chosen one. ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. It is a great thing to be chosen by the Lord. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. How many of you are thankful that you are chosen by the Lord? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതിനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്ന എത്ര പേരുണ്ട്? If you are not chosen by the Lord, you won't be sitting here. നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടാത്തൊരു വ്യക്തിയാണെങ്കിൽ, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇന്നിവിടെ വന്നിരിക്കുകയില്ല. It is a great thing to be chosen by the Lord. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Maybe it's the greatest privilege, the greatest honor of our life to be chosen by the Lord. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത്. And so one day God sends his prophet Samuel to the house of Jesse. ഇശായിയുടെ ഭവനത്തിലേക്ക് ഒരിക്കൽ ശമൂവേൽ പ്രവാചകനെ ദൈവം അയക്കുകയാണ്. Why? എന്തുകൊണ്ടെന്നറിയാമോ? Why? എന്തിനാണ് അയച്ചത്? Because he wants to choose one person. കാരണം അവന് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിച്ചു. Jesus got on the boat and crossed over to the other side. യേശു കർത്താവ് വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് യാത്ര ചെയ്യുകയാണ്. Storms came. കൊടുങ്കാറ്റടിക്കുകയാണ്. Wind came. ആ കാറ്റ് വരികയാണ്. The disciples thought they were going to die. ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങൾ മരിക്കാൻ പോവുകയാണ്. But Jesus reached the other side with the disciples. യേശു കർത്താവ് ശിഷ്യന്മാരോടൊപ്പം മറുകരയിൽ എത്തിച്ചേരുകയാണ്. Why? എന്തുകൊണ്ടെന്നറിയാമോ? Because he wanted to cast out the demons and choose one person to serve him in the 10 cities of Decapolis. എന്നാൽ യേശു കർത്താവ് അവിടെ ചെന്ന് ഭൂതബാധിതനായ ഒരു വ്യക്തിയെ അവിടെ വിടുവിച്ച് ആ 10 പട്ടണങ്ങളുള്ള ഡെക്കപോളിസിൽ അവിടെ യേശുവിന്റെ സാക്ഷിയായി മാറുവാൻ കർത്താവ് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കണമെന്നുണ്ടായിരുന്നു. Jesus sent the disciples to buy food and Jesus sat at the well in Samaria. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഭക്ഷണം മേടിക്കാൻ വേണ്ടി വിട്ടിട്ട് യേശു കർത്താവ് ഒരു കിണറിന്റെ അരികെ ശമരിയയിൽ ഇരിക്കുകയാണ്. Why? എന്തിനാണെന്നറിയാമോ? Because he wanted to choose one sinful lady so that she can be the first evangelist in the New Testament. കാരണം യേശു കർത്താവിന് പാപിനിയായ ഒരു വ്യക്തിയെ ഒരു സ്ത്രീയെ തിരഞ്ഞെടുക്കണമായിരുന്നു. പുതിയ നിയമത്തിലെ ആദ്യത്തെ സുവിശേഷകയായി മാറുന്ന ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് യേശു കർത്താവ് എന്ന കിണർക്കരയിൽ നിന്നത്. Almost 40 years back, Jesus chose one boy from a small village, from a village where there was nothing, from a family that was broken. He chose one boy. And 40 years later,
Today he is the pastor of Blessing Today Church. Brother Damien. 40 വർഷങ്ങൾക്ക് മുൻപ് യേശു കർത്താവ് ഒരു ആൺകുട്ടിയെ തിരഞ്ഞെടുക്കുകയാണ്. ആരും അറിയാത്ത, ആരും എത്തിച്ചേരാത്ത ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു വ്യക്തിയെ യേശു കർത്താവ്, ഒരു ആൺകുട്ടി കർത്താവ് തിരഞ്ഞെടുക്കുകയാണ്. 40 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഈ സഭയുടെ പാസ്റ്ററായി നമ്മുടെ ഡാമിയൻ പാസ്റ്ററിനെ കർത്താവ് അന്ന് 40 വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് ഒരു ബാലകനായിരുന്നപ്പോൾ തിരഞ്ഞെടുത്തു. Everybody say one man. എല്ലാവരും പറഞ്ഞു ഒരു വ്യക്തി. He's chosen one. ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുകയാണ്. Why did he choose that person? ദൈവം എന്തിനാണ് ആ വ്യക്തിയെ തിരഞ്ഞെടുത്തത്? God felt like it. ദൈവത്തിന് അങ്ങനെ തോന്നി. And it says, I called him mighty. അവിടെ പറയുന്നു, ഞാൻ അവനെ ശക്തൻ എന്ന് വിളിക്കുകയാണ്. Was David mighty when he was chosen? ദാവീദിനെ തിരഞ്ഞെടുത്തപ്പോൾ അവൻ ശക്തിയുള്ളവനായിരുന്നു, ശക്തനായിരുന്നു. He was a shepherd boy. അവനൊരു ആട്ടിടയ ബാലകനായിരുന്നു. But he was not mighty enough to be the king. അവൻ ഒരിക്കലും ഒരു രാജാവാകുന്നതിനുള്ള വലിയ ശക്തിയൊന്നും ഉള്ളവനായിരുന്നില്ല. But the Lord called him mighty. എന്നാൽ ദൈവം അവനെ വീരൻ എന്ന് വിളിക്കുകയാണ്. Even before he was mighty, the Lord called him mighty. അവൻ വീരനായി മാറുന്നതിന് മുന്നമേ തന്നെ ദൈവം അവനെ വിളിക്കുകയാണ്, വീരൻ എന്ന് ദൈവം വിളിക്കുകയാണ്. Gideon is hiding and threshing the things. He's hiding, but God calls him man, mighty man of valor. He calls him a mighty person. ആ ഗിദെയോൻ ചക്കിന്റെ അവിടെ മറഞ്ഞിരുന്ന് അവൻ ചക്ക് ചവിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ദൈവം അവനെ വിളിക്കുകയാണ്, അവൻ ശക്തിയുള്ള ഒരു പുരുഷനെ എന്നുള്ള രീതിയിൽ ഗിദെയോനെ ദൈവം വിളിക്കുകയാണ്, പരാക്രമശാലി എന്ന് വിളിക്കുകയാണ്. One man called by God, called mighty by God, even though he is not mighty. ഒരു വ്യക്തി ദൈവം അവനെ വിളിക്കുകയാണ്, അവൻ ശക്തനെന്ന് അല്ലെങ്കിൽ അവനെ വീരനെന്ന് ദൈവം വിളിക്കുകയാണ്, പക്ഷേ അവൻ യഥാർത്ഥത്തിൽ വീരനല്ല. Hallelujah. Hallelujah. Let me read that verse one more time, verse 19 and 20. 19-20 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. If we can have that on the screen, please. നമുക്ക് ഒരുമിച്ച് ചേർന്നത് വായിക്കാം. അന്ന് നീ ദർശനത്തിൽ നിന്റെ ഭക്തന്മാരോട് അരുളി ചെയ്തു, ഞാൻ വീരനായ ഒരുത്തന് സഹായം നൽകുകയും ജനത്തിൽ നിന്നൊരു വ്യക്തിയെ, ഒരു വൃതനെ ഉയർത്തുകയും ചെയ്തു. I will call him and I will exalt him. ഞാൻ അവനെ വിളിക്കും, ഞാൻ അവനെ ഉയർത്തുകയും ചെയ്യും. For anyone who is called, let me tell you, God has a plan to exalt you. വിളിക്കപ്പെട്ട എല്ലാവരോടും ഞാൻ പറയട്ടെ, ദൈവത്തിന് നിങ്ങളെ ഉയർത്തുവാനുള്ള പദ്ധതിയുമുണ്ട്. God has not called you to humiliate you in front of people. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തുന്നതിന് വേണ്ടിയല്ല. God has not called you from out of your family so that all of your family members can say, oh, now see what happened after you started serving the Lord. നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഇടയിൽ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി അവസാനം പറയുകയാണ്, ഇപ്പൊ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും നോക്കിക്കേ എന്ന രീതിയിൽ നിങ്ങളെ കളിയാക്കുന്നതിന് വേണ്ടിയല്ല. God has called you so that in the midst of your family, in the midst of your neighbors, in the midst of your colleagues, he can exalt you. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഇടയിൽ, നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ജോലിക്കാരുടെ ഇടയിൽ, മറ്റുള്ള നിങ്ങളുടെ സമൂഹത്തിന്റെ ഇടയിൽ നിങ്ങളെ മാനിച്ചുയർത്തുന്നതിന് വേണ്ടിയാണ് ദൈവം നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. Hallelujah. Hallelujah. He chooses and he exalts a person. ദൈവം ചില വ്യക്തികളെ തിരഞ്ഞെടുത്ത് ദൈവം അവരെ ഉയർത്തുകയാണ്. In verse 20, I have found David my servant, with my holy oil I have anointed him. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. Hallelujah. Hallelujah. Now I want you to see a sequence here. ഇവിടെ ഒരു സീക്വൻസ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. The one is chosen. ഒരു വ്യക്തി ഇപ്പോൾ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. The plan is to exalt him. അവനെ ഉയർത്തുവാനാണ് ദൈവത്തിന്റെ പദ്ധതി. If you are chosen, the next thing God does is he will anoint you with his holy oil. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തെങ്കിൽ ദൈവം അടുത്തതായി നിങ്ങളെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം പറയുന്നത് അവന്റെ വിശുദ്ധ തൈലം, അഭിഷേക തൈലം കൊണ്ട് നിങ്ങളെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്.
In other words, for everyone who is called, there is an anointing waiting for you. ഞാൻ നിങ്ങളോട് മറ്റൊരു രീതി പറയട്ടെ, ആരെങ്കിലും ഒക്കെ ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാത്ത് ഒരു അഭിഷേകം കാത്തിരിക്കുകയാണ്. Do you know why that anointing is given for those who are called? വിളിക്കപ്പെട്ടവർക്ക് അഭിഷേകം നൽകുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? Because you are called for a position, and your position requires an anointing to function. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഒരു സ്ഥാനത്തിരിക്കുവാൻ വേണ്ടിയാണ്. ആ സ്ഥാനത്തിരുന്ന് അതിന്റെ പ്രവർത്തികൾ ചെയ്യുന്നതിന് ഒരു അഭിഷേകം ആവശ്യമാണ്. കേട്ടില്ല? ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഒരു പ്രത്യേകമായ ഒരു സ്ഥാനത്ത് അവിടെ ഇരിക്കുന്നതിന് വേണ്ടിയാണ്. ആ സ്ഥാനത്ത് അതിൻ്റെതായ പ്രവർത്തികൾ, അതിൻ്റെതായ രീതികൾ ചെയ്യണമെങ്കിൽ, ശുശ്രൂഷകൾ ചെയ്യണമെങ്കിൽ അതിനൊരു അഭിഷേകം ആവശ്യമാണ്. There is an anointing required to function in the level God has called you for. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന ആ മേഖലകളിൽ ശുശ്രൂഷിക്കുന്നതിന്, അവിടെ പ്രവർത്തിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു അഭിഷേകത്തിന്റെ ആവശ്യമുണ്ട്. If God is sending you to a place, He will also give you the anointing to function in authority over that place. നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് ദൈവം അയക്കുകയാണെങ്കിൽ ആ സ്ഥലത്ത് ദൈവത്തിന്റെ പ്രവർത്തികൾ ചെയ്യുന്നതിന് ആവശ്യമായ അധികാരവും ശക്തിയും ദൈവം നിങ്ങളിലേക്ക് പകരുന്നതാണ്. In the life of David, if I'm not mistaken, we will read 3 anointings in the life of David. ദാവീദിന്റെ ജീവിതത്തിൽ 3 തലത്തിലുള്ള അഭിഷേകം പകരപ്പെടുന്നത്, അഭിഷേകം ചെയ്യപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. The first time he was anointed was by prophet Samuel. ഒന്നാമത്തെ പ്രാവശ്യം പ്രവാചകനായ ശൗമേലാണ് അവനെ അഭിഷേകം ചെയ്യുന്നത്. He was anointed to be the king. അവനെ രാജാവായി ശൗമേൽ പ്രവാചകൻ അഭിഷേകം ചെയ്യുകയാണ്. But there were 2 more sessions of anointing where he was given more anointing, and after that anointing session his kingdom expanded. അവന് മറ്റ് 2 തലത്തിലുള്ള അഭിഷേകങ്ങളും കൂടി അവന്റെ മേൽ പകരപ്പെട്ടു. ആ അഭിഷേകങ്ങൾ പകർന്നതിന് ശേഷം അവന്റെ രാജ്യത്വം വ്യാപിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. So before David stepped into another level, he was given an anointing. ദാവീദിന് അടുത്തൊരു തലത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നതിന് മുന്നേ അവന്റെ മേൽ ഒരു അഭിഷേകം പകരപ്പെടുന്നത് നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയുന്നതാണ്. So before you step into the next level God has for you, God will first anoint you in this level for the next level. ദൈവം നിങ്ങളെ അടുത്ത തലത്തിലേക്ക് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെങ്കിൽ ഈ തലത്തിൽ വെച്ച് തന്നെ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. So for whatever God has planned for you in 2024, He anoints you right now so that when you reach there, you have the authority, you have the power, you have the dominion, you have the anointing to take hold of it. ദൈവം നിങ്ങളെ 2024 ചിലതൊക്കെ ചെയ്യുവാൻ വേണ്ടി ദൈവം വിളിച്ചിരിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെ ഇപ്പോൾ തന്നെ അഭിഷേകം ചെയ്യുകയാണ്. ദൈവം ഇപ്പോൾ നിങ്ങൾ അഭിഷേകം ചെയ്യുന്നതിന്, നിങ്ങൾ 2024 പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ശക്തിക്ക് വേണ്ടി, അധികാരത്തിന് വേണ്ടി, ദൈവശക്തിക്കായി, ദൈവികമായ കൃപകൾ വ്യാപരിക്കുന്നതിന് വേണ്ടി ദൈവം ഇപ്പോൾ നിങ്ങൾ അഭിഷേകം ചെയ്യുകയാണ്. Hallelujah. 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 അതുകൊണ്ട് അടുത്തേക്ക് നാളെ നോക്കിയിട്ട് പറഞ്ഞേ അഭിഷേകത്തെ വെറുതെ കളയരുത്. അഭിഷേകത്തെ വെറുതെ കളയരുത്. നിങ്ങളിൽ പകരപ്പെട്ട അഭിഷേകത്തെ വെറുതെ കളയരുത്. പല ആൾക്കാരും വിചാരിക്കുന്ന അഭിഷേകം വീട്ടിൽ കൂട്ടി വെക്കാൻ പറ്റുന്ന സംഭവം വിചാരിക്കുന്നത്. പല ആൾക്കാരും വിചാരിക്കുന്ന അഭിഷേകം ഒരു കളക്ഷൻ പോലെ വീട്ടിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാം, നമ്മുടെ ബാങ്കിൽ FD ഇടുന്നത് പോലെ സൂക്ഷിച്ചു വെക്കാമെന്ന് ചിന്തിക്കുന്നതാണ് പലരും ചിന്തിക്കുന്നത്. അഭിഷേകം അതിനാണെന്നാണ് ചിന്തിക്കുന്നത്. നിങ്ങളെ കർത്താവ് അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പേർപ്പസിന് വേണ്ടിയാണ്. ആമേൻ. കർത്താവിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ അഭിഷേകം സൂക്ഷിച്ചു വെക്കരുത്, നമ്മൾ അഭിഷേകത്തെ ഉപയോഗിക്കണം. അഭിഷേകത്തിൽ, ആ അധികാരത്തിൽ നമ്മൾ ഫങ്ഷൻ ചെയ്യാൻ പഠിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില ആൾക്കാർ പറയും, ബ്രദറെ എന്നെ ദൈവം വിളിച്ചിട്ടുണ്ടോ? ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ പിശാച് നമ്മുടെ ഉള്ളിൽ പറയും, നിന്നെ കർത്താവ് വിളിച്ചിട്ടില്ല, നിന്നെ കർത്താവ് വിളിച്ചിട്ടില്ല. അങ്ങനെയുള്ള ചിന്തകൾ ഇടയ്ക്കിടയ്ക്ക് ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ, ദിസ് ഇസ് ദ പ്രൂഫ്, ഇതൊരു തെളിവാണ് നിങ്ങളെ കർത്താവ് വിളിച്ചിട്ടുണ്ട്. എന്താണ് തെളിവെന്ന് അറിയാം? നമ്മുടെ ചർച്ചിലെ അനോയിന്റിങ് സെഷൻസിന്റെ മീറ്റിംഗ്സിന്റെ ഇടയിൽ നിങ്ങളുടെ മേൽ അനോയിന്റിങ് വരുന്നുണ്ടോ? അതിനകത്ത് നിങ്ങളെ വിളിച്ചിട്ടുണ്ടെന്നാണ്. ആമേൻ. നിങ്ങളെ വിളിച്ചിട്ടില്ലെങ്കിൽ കർത്താവ് എന്തിനാ വെറുതെ അഭിഷേകം പകരണം? നിങ്ങളെ കൊണ്ട് കർത്താവിന് ഒരു പ്രയോജനം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അഭിഷേകം? നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കർത്താവിന്
ചില കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ കർത്താവ് അഭിഷേകം ചെയ്യുന്നത്? Amen. So if you are anointed, that means you are called. നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. If you are anointed, that means you are going somewhere. നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ചില സ്ഥലങ്ങളിലേക്ക് യാത്ര തിരിക്കാൻ പോവുകയാണ്. If you are anointed, that means you have things to achieve, you have places to conquer, you have places to sit and ascend to. നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ചില സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനുണ്ട്, ചില സ്ഥലങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട്, ചില സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ ചെയ്ത് പൂർത്തിയാക്കുവാനുണ്ട്. Hallelujah. Hallelujah. The Lord does not waste his anointing oil. ദൈവം തന്റെ അഭിഷേക തൈലത്തെ ഒരിക്കലും അവൻ അതിനെ കളയാറില്ല. Can I say that one more time? ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ. For the people watching online, ഇത് ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരോട്, the Lord does not waste his anointing oil. ദൈവം ഒരിക്കലും തന്റെ അഭിഷേക തൈലത്തെ വേസ്റ്റ് ചെയ്യാറില്ല. Everything that has been poured upon you, he wanted it to be upon your life. ദൈവം നിങ്ങളുടെ മേൽ പകരപ്പെട്ട എല്ലാ അഭിഷേകവും അതിന്റെ എല്ലാം അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിലനിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. Hallelujah. Hallelujah. And when the anointing comes upon your life, ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വരുമ്പോൾ it does so many things for you. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുകയാണ്. The Bible says the anointing will teach you. ബൈബിൾ പറയുന്നു അഭിഷേകം നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. ഒന്ന് പറഞ്ഞേ, അഭിഷേകം എന്നെ പഠിപ്പിക്കും. The anointing will teach you. അഭിഷേകം നിന്നെ പഠിപ്പിക്കും. The anointing will strengthen you. അഭിഷേകം നിന്നെ ശക്തീകരിക്കും. The anointing will empower you. അഭിഷേകം നിന്റെ ജീവിതത്തിൽ ബലത്തെ പകരുന്നതാണ്. The anointing will protect you from the deception of the enemy. പിശാചിന്റെ ചതികളിൽ നിന്ന് നിന്നെ സംരക്ഷിക്കുവാൻ അഭിഷേകത്തിന് കഴിയുന്നതാണ്. The anointing will guard you wherever you walk. നീ എവിടെ യാത്ര ചെയ്താലും നിന്നെ സംരക്ഷിക്കുവാൻ ദൈവത്തിന്റെ അഭിഷേകത്തിന് കഴിയുന്നതാണ്. When there's a snake that comes in front of you, നിന്റെ മുൻപിലേക്ക് ഒരു പാമ്പ് വരികയാണെങ്കിൽ, when there's a scorpion that attacks from behind, ഒരു തേൾ നിന്റെ പുറകിൽ നിന്ന് ആക്രമിക്കുകയാണെങ്കിൽ, what gives you the power to crush it? അതിനെ തകർത്ത് കളയുവാൻ എന്താണ് നിങ്ങളുടെ മേൽ ശക്തിയെ പകരുന്നത്? It is the anointing that God has poured within you. നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകമാണ് അതിനെ തകർക്കുവാനുള്ള ശക്തിയെ നിന്റെ മേൽ പകരുന്നത്. When you face a problem in this world, ഈ ലോകത്തിൽ നീ ഒരു പ്രശ്നത്തെ നേരിടുമ്പോൾ, and you're confused and you do not know what decision to take, നിന്റെ ജീവിതത്തിൽ സംശയം വന്ന് ഏത് തീരുമാനം എടുക്കണമെന്ന് നിനക്ക് സംശയം വരുമ്പോൾ, what do? എന്താണ് നീ ചെയ്യുന്നത്? You don't have to worry. നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. You don't have to be tensed and be anxious as a child of God. നീ ഒരു ദൈവമകൻ എന്ന നിലയിൽ ഒരിക്കലും ടെൻഷൻ അടിക്കുവാനോ ഒത്തിരി കാര്യങ്ങൾ ഓർത്ത് വ്യാകുലപ്പെടുവാനോ ഒരിക്കലും അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. Why? എന്തുകൊണ്ടാണ്? Because you have the anointing. കാരണം നിന്റെ മേൽ അഭിഷേകം പകരപ്പെട്ടിട്ടുണ്ട്. The anointing will kick in. നിന്റെ ഉള്ളിൽ അഭിഷേകം, നിന്റെ ഉള്ളിൽ അത് ശക്തി പ്രാപിച്ച്, and the anointing will bring in wisdom. ആ അഭിഷേകം നിന്റെ ഉള്ളിൽ അത് നിന്റെ ഉള്ളിൽ ജ്ഞാനത്തെ പകർന്ന്, and using that wisdom you can overcome that problem. ആ ജ്ഞാനത്താൽ, അഭിഷേകം പകരുന്ന ജ്ഞാനത്താൽ ആ പ്രശ്നത്തെ അതിനെ നേരിടുവാൻ, അതിനെ ജയിക്കുവാൻ ദൈവം നിന്നെ സഹായിക്കാൻ പോവുകയാണ്. Hallelujah. 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 The anointing is powerful. അഭിഷേകം വളരെ ശക്തിയുള്ളതാണ്. That is why the Lord says, respect my anointed men and women of God. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, എൻ്റെ അഭിഷക്തന്മാരെ നിങ്ങൾ ബഹുമാനിക്കണം. Why? എന്തുകൊണ്ടാണ്? Because there's an anointing upon them. കാരണം അവരുടെ മേൽ ഒരു പകരപ്പെട്ട അഭിഷേകമുണ്ട്. That is why you need to respect each other. അതുകൊണ്ടാണ് നമ്മൾ പരസ്പരം ബഹുമാനിക്കേണ്ടത്. Why? എന്തുകൊണ്ടാണ്? Because we all have an anointing in the New Testament. കാരണം ഈ പുതിയ നിയമത്തിൽ നമ്മുടെ മേൽ എല്ലാവരുടെ മേലും അഭിഷേകം പകരപ്പെട്ടിട്ടുണ്ട്. The anointing, it's thick upon us. അഭിഷേകം നമ്മുടെ മേൽ അത് ശക്തമായിട്ടുണ്ട്. Hallelujah. Hallelujah. Let's go on, read the next verse and see what happens to the anointed. ഇവിടെ അഭിഷക്തന്റെ മേൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അടുത്ത വാക്യങ്ങൾ നമ്മൾ നോക്കാം. Verse number 21. അതിന്റെ 21ാമത്തെ വാക്യം. So that my hand shall be established with him, my arm shall also strengthen him. എൻ്റെ കൈ അവനോട് കൂടെ സ്ഥിരമായിരിക്കും, എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും. So from the entire crowd the Lord calls one person. ആ കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ദൈവം ഒരു വ്യക്തിയെ വിളിക്കുകയാണ്. And he calls the person and then he anoints that person.
ആ വ്യക്തിയെ വിളിച്ചതിന് ശേഷം ദൈവം അവനെ അഭിഷേകം ചെയ്യുകയാണ്. And what does he do after he anoints that person? അഭിഷേകം ചെയ്തതിന് ശേഷം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം എന്താണ് ചെയ്യുന്നത്? He establishes that person. ദൈവം ആ വ്യക്തിയെ സ്ഥിരപ്പെടുത്തുകയാണ്. He establishes that person. ആ വ്യക്തിയെ ദൈവം ഉറപ്പിക്കുകയാണ്. He gives that person a position. ആ വ്യക്തിക്ക് ഒരു സ്ഥാനം ദൈവം നൽകുകയാണ്. Hallelujah. ഹല്ലേലൂയ. You know, every young man, young woman's dream is one thing. എല്ലാ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ഒരു സ്വപ്നം ഇതാണ്. You know, when they were small boys and girls, their only thing was they wanted Kinder Joy. അവർ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന് പറഞ്ഞാൽ കിൻഡർ ജോയിയാണ്. When they become 10, they want something else. 10 വയസ്സാകുമ്പോൾ അവർക്ക് ആഗ്രഹത്തിൽ ഒരു വ്യത്യാസം വരികയാണ്. You know, 13-year-olds they say, "Appa, please can I get into Instagram?" 13 വയസ്സാകുമ്പോഴത്തേനും എനിക്ക് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. That is their desire. അത് അവരുടെ ആഗ്രഹമാണ്. 18 years, they want to go to some college. 18 വയസ്സാകുമ്പോൾ ഒരു പ്രത്യേക കോളേജിൽ പോകാൻ അവർ ആഗ്രഹിക്കുന്നു. But after that, their desires and their goals start becoming serious. അതിനുശേഷം അവരുടെ ആഗ്രഹവും ലക്ഷ്യവും വളരെ പ്രാധാന്യമുള്ളതായി മാറുകയാണ്. Oh, I need to finish my studies. എൻ്റെ പഠനം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. Bachelor's and my masters. ബാച്ചിലേഴ്സ് ഡിഗ്രി മാസ്റ്റേഴ്സ് ഡിഗ്രിയും എല്ലാം പാസ്സാകണം. And then I need to find a job. അതിനുശേഷം എനിക്കൊരു ജോലി കണ്ടെത്തണം. And then I need to get another job. അതിനുശേഷം മറ്റൊരു ജോലിയിലേക്ക് കയറണം. And then start getting promotions. അതിനുശേഷം പ്രൊമോഷനുകൾ എനിക്ക് മേടിക്കണം. Start getting an income. നല്ല ഒരു വരുമാനം എനിക്ക് And then I നേടണം. need to put something for my fixed deposit. എനിക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ചില സ്ഥിര നിക്ഷേപങ്ങൾ I need to invest something. എനിക്ക് നിക്ഷേപത്തിന് വേണ്ടി ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ചിലതിന് And then I need to buy a car. അതിനുശേഷം എനിക്കൊരു കാർ മേടിക്കണം. And then I need to start looking for houses. എനിക്ക് വീട് പിന്നീട് നോക്കണം. And then I need to look for a spouse. അതിനുശേഷം എനിക്കൊരു പങ്കാളിയെ കണ്ടെത്തണം. And then we need children. അതിനുശേഷം കുട്ടികളെ വേണം. And then we have all these things. ഈ എല്ലാ സൗകര്യങ്ങളും ലഭിച്ചതിന് ശേഷം And then I just need to settle. അതിനുശേഷം എനിക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യണം. Either in India or abroad. ഇന്ത്യയിൽ അല്ലെങ്കിൽ വെളിയിൽ. Many people are leaving India. ഒത്തിരി ആളുകൾ ഇന്ത്യ വിട്ടു പോവുകയാണ്. Why? എന്തുകൊണ്ടാണ്? Because they want to settle somewhere. കാരണം അവർക്ക് എവിടെയെങ്കിലൊക്കെ അവരുടെ ജീവിതം ഒന്ന് ഉറപ്പിക്കണം, അവർക്ക് സെറ്റിൽ ചെയ്യണം. Somewhere they feel that God has asked them to go. Sometimes God has not even asked them to go, but they want to settle somewhere. അവര് ദൈവം പറഞ്ഞിരിക്കുന്ന ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ദൈവം പറയാത്തതാണെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ അവരുടെ ജീവിതത്തെ ഉറപ്പിക്കുവാൻ, അവരുടെ ജീവിതത്തെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. The desire for every young person is, I want to be settled somewhere. എല്ലാ യുവാക്കന്മാരുടെയും ഹൃദയത്തിൽ ആഗ്രഹം ഇതാണ്, എനിക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യണം. And we are trying that with our own human ability. നമ്മുടെ മാനുഷികമായ ശക്തി കൊണ്ട് നമ്മൾ അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. But from here we can understand that for everyone who is called and everyone who is anointed, it is the Lord that is establishing you. It is the Lord that is settling you. ദൈവം വിളിച്ച ഒരു വ്യക്തി, അതിനുശേഷം അവന്റെ മേൽ ദൈവം അഭിഷേകം പകരുകയാണ്. അഭിഷേകം പകരുന്ന വ്യക്തിയെ അവന്റെ ജീവിതത്തെ സെറ്റിൽ ചെയ്യുന്നത്, അവന്റെ ജീവിതത്തെ ഉറപ്പിക്കുന്നത് ദൈവം തന്നെയാണ്. I am preaching to every young person here. ഇവിടെയുള്ള എല്ലാ യുവാക്കന്മാരോടുമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. You are afraid, where am I going to be settled, Lord? ദൈവത്തോട് നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഭയപ്പെടുകയാണ്, ദൈവമേ ഞാൻ എവിടെയാണ് എന്റെ ജീവിതം ഒന്ന് സ്ഥിരമാക്കേണ്ടത്, ഉറപ്പിക്കേണ്ടത്? Am I going to be settled in Kerala? കേരളത്തിലാണോ എന്റെ ജീവിതം? Am I going to be settled in UK? യുകെയിലാണ് ഞാൻ പോകേണ്ടത്? United Kerala? Or am I going to be settled in Canada? കാനഡയിലാണ് ഞാൻ എന്റെ ജീവിതത്തെ കാണേണ്ടത്? Or am I going to be settled in Dubai? ദുബായിലാണ് എന്റെ ഭാവി ജീവിതം ഞാൻ നയിക്കേണ്ടത്? Or am I going to be settled in the USA? യുഎസ്എയിലാണോ ഞാൻ സെറ്റിൽ ചെയ്യേണ്ടത്? Where am I going to be settled, Lord? എവിടെയാണ് എന്റെ ജീവിതം ഞാൻ ഒന്ന് സെറ്റിൽ ചെയ്യേണ്ടത്? How am I going to settle it? എങ്ങനെയാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്? Should I go for a job? ഞാൻ ഒരു ജോലിയിലേക്ക് Should I പോകണമോ? go for MBBS? MBBS പഠിക്കാൻ വേണ്ടി Should I പോകണമോ? do a business? ഒരു ബിസിനസ് ഞാൻ അവിടെ ചെയ്യണമോ? Who am I going to marry, Lord? ആരെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത്? Which matrimony website should I give my name to? എന്റെ മാട്രിമോണി ഏത് മാട്രിമോണി വെബ്സൈറ്റിലാണ് എന്റെ പേര് കൊടുക്കേണ്ടത്? How do I get settled? എങ്ങനെയാണ് എന്റെ ജീവിതം സെറ്റിൽ ചെയ്യേണ്ടത്?
If you are listening to this message, നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ you don't have to worry about being settled. സെറ്റിൽ ചെയ്യപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ ഒത്തിരി ചിന്തിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല. You just have to walk in your calling. നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നിന്റെ വിളിയിൽ തന്നെ നീ നടക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. നിന്റെ വിളി എന്താണോ അത് നീ തിരിച്ചറിയേണ്ടത്, അത് മാത്രമാണ് നീ ചെയ്യേണ്ടത്. If you start walking in your calling, you will be anointed, and for the Lord's anointed, He will settle them, He will establish them. നീ നിന്റെ വിളിയെ തിരഞ്ഞെടുത്ത് ആ വിളിക്കനുസൃതമായി അതിനെ മനസ്സിലാക്കി നീ നടന്നു തുടങ്ങുകയാണെങ്കിൽ, യാത്ര ചെയ്യുകയാണെങ്കിൽ, ദൈവം നിന്നെ അഭിഷേകം ചെയ്യും. ദൈവം അതിനുശേഷം നിന്റെ ജീവിതത്തിൽ എവിടെയാണോ നിന്റെ ജീവിതം ഉറപ്പിക്കേണ്ടത്, എവിടെയാണോ നിന്റെ ജീവിതം സെറ്റിൽ ചെയ്യേണ്ടത്, അവിടെ തന്നെ ദൈവം നിന്റെ ജീവിതത്തെ സെറ്റിൽ ചെയ്യുന്നതാണ്. For King David, He trained him in the wilderness and established him in the palace. ദൈവം രാജാവായ ദാവീദിനെ അവനെ മരുഭൂപ്രദേശത്ത് അവിടെ ദൈവം അവന് ട്രെയിനിങ് കൊടുത്ത് അതിനുശേഷം രാജകൊട്ടാരത്തിൽ അവനെ സ്ഥിരമാക്കുകയാണ്. It's funny to say this, but Moses was trained in the palace, but he was established in the wilderness. ആ മോശയുടെ കാര്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവന് പരിശീലനം ലഭിച്ചിരിക്കുന്നത് കൊട്ടാരത്തിൽ വെച്ചാണ്. പക്ഷേ അവന്റെ ജീവിതത്തിൽ അവനെ സെറ്റിൽ അവനെ ഉറപ്പിക്കുന്നത് അത് മരുഭൂമിയിൽ വെച്ചാണ്. Esther did not have a place to call home. She was an orphan. എസ്തർ അവൾക്കൊരു വീട് സ്വന്തമായിട്ടുണ്ടെന്ന് അവർക്ക് പറയാൻ ഒരു അവകാശമില്ലായിരുന്നു. കാരണം അവള് ഒരു അനാഥയായ ബാലകയായിരുന്നു. But she was established by the Lord as a queen of the land. എന്നാൽ അവളെ ഒരു രാജകൊട്ടാരത്തിൽ ഒരു രാജ്ഞിയായി ദൈവം അവളെ സെറ്റിൽ ചെയ്യണം, അവരുടെ ജീവിതത്തെ ഉറപ്പിക്കുകയാണ്. Oh, this message is for the young girls listening to me. ഈ സന്ദേശം ഇവിടെ ഇരിക്കുന്ന യുവതികൾക്ക് വേണ്ടിയാണ്. You say you have nobody to help you establish yourself. നിങ്ങളെ ഉറപ്പിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങളെ കരുതുവാൻ ആരുമില്ലെന്നാണ് നിങ്ങൾ കരുതുന്നത്. You say I have no plans for myself. I have not accomplished anything in my life. എൻ്റെ ജീവിതത്തെ പറ്റി എനിക്കൊരു പ്ലാൻ പദ്ധതി ഒന്നുമില്ല, എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ഒന്നുമായി തീരുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. And nobody is taking responsibility for me. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ആരൊരു ഉത്തരവാദിത്തം എടുക്കാനുമില്ല. And you say maybe one day someone will marry me off and then maybe I might have a good life. ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ എന്നെ പിന്നീട് കല്യാണം കഴിക്കാം, അതിനുശേഷം എൻ്റെ ജീവിതം എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ പച്ചപിടിക്കാം. But let me tell you, you are the king's daughter. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ രാജാവിന്റെ മോളാണ്. And the Lord will establish you because you are anointed by the Lord. കർത്താവ് നിന്റെ ജീവിതത്തെ സ്ഥിരമാക്കാൻ പോകുകയാണ്, കാരണം ദൈവമാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. Can the daughters shout a hallelujah? എല്ലാ പെൺകുട്ടികളും ഇവിടെ ഹല്ലേലൂയ പറഞ്ഞാലും. Amen. Amen. Hallelujah. Hallelujah. Now any person who's settled in life, ആ ജീവിതത്തിൽ പച്ചപിടിച്ചിരിക്കുന്ന, ജീവിതത്തിൽ സെറ്റിൽ ആയിരിക്കുന്ന ആരെങ്കിലുമൊക്കെ, now their only thing is I want to continue to be settled. അവരുടെ ജീവിതത്തിൽ ചിന്ത, മറ്റൊരു ചിന്ത ഇതാണ്, ആ രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. Especially those in the Middle East. മിഡിൽ ഈസ്റ്റിലുള്ള ആളുകൾ, you know, most of them are dependent upon their visa. പല ആളുകളും അവരുടെ വിസയെ ആശ്രയിച്ചാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. Even people in the UK, you know, I just got a message of a brother who said, there's a testimony, I just got my visa renewed, I can stay in the UK for some more time. എനിക്ക് യു കെയിലുള്ള ഒരു വ്യക്തി കുറച്ച് മുമ്പ് ഒരു മെസ്സേജ് അയച്ചു, എനിക്ക് യു കെയിലുള്ള വിസ അത് റിന്യൂ ചെയ്ത് കിട്ടി, ഇനിയും കുറച്ച് നാളുകൾ കൂടി എനിക്ക് യു കെയിൽ താമസിക്കുവാൻ കഴിയും. The people in the Middle East have always a tension. You know, will my work visa be renewed? If I don't have a visa, I have to go back. And everything that I have, you know, done till now, nothing is, you know, can be used anymore. മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാവരും ടെൻഷൻ ഇതാണ്, എൻ്റെ വർക്ക് വിസ അത് റിന്യൂ ചെയ്ത് കിട്ടുമോ, അത് റിന്യൂ ചെയ്യപ്പെട്ട് കിട്ടിയില്ലെങ്കിൽ, പുതിയ കിട്ടിയില്ലെങ്കിൽ എനിക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാവരും നമ്മുടെ ജോലിയെ പറ്റി എപ്പോഴും ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. If we ever go to our meetings in the Middle East, any blessing festivals, we will hear out of the 100 prayer requests, 90 prayer requests would be about visa. നമ്മൾ മിഡിൽ ഈസ്റ്റിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുമ്പോൾ, മീറ്റിങ്ങുകൾക്ക് പോകുമ്പോൾ, അവിടെ ഉണ്ടാകുന്ന 100 പ്രാർത്ഥനാ വിഷയങ്ങളിൽ അതിൽ 90 പ്രാർത്ഥനാ വിഷയങ്ങളും വിസയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. Because you know they are established there, but they are, you know, tensed. We'll have to go back. Whatever I've done, will it be wasted? അവരുടെ ജീവിതത്തിൽ അവർ എസ്റ്റാബ്ലിഷ്ഡ് ആണ്, അവർ സെറ്റിൽ ചെയ്യപ്പെട്ടവരാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ എപ്പോഴും ടെൻഷനാണ്, എൻ്റെ വിസ ഇനി റിന്യൂ ചെയ്യപ്പെടുമോ, ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ള ഭാരത്താൽ അവരായിരിക്കുകയാണ്. So when God takes you to a position,
ദൈവം നിന്നെ ഒരു സ്ഥാനത്തേക്ക് എടുത്തുയർത്തുമ്പോൾ you can always fall from it. അതിൽ നിന്ന് വീഴുവാനുള്ള സാധ്യതകളുണ്ട്. We can, the Bible says we have to be careful and work out our salvation because we can always fall away from it. നമ്മൾ നമ്മുടെ ആ ദൈവമാക്കി വെച്ച സ്ഥാനത്ത് അത് വീഴുവാനുള്ള സാധ്യത ബൈബിൾ പറയുന്നത് നിങ്ങളുടെ രക്ഷയെ ഉറപ്പാക്കുക, രക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിക്കുക. കാരണം നമ്മൾ പലപ്പോഴും ദൈവമാക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് വീണു പോകാനുള്ള സാധ്യതകളുണ്ട്. But this is a word that the Lord gives David. ദാവീദിന് ദൈവം കൊടുത്ത ഒരു വചനം ഇപ്രകാരമാണ്: My hand shall establish you. എൻ്റെ കരങ്ങൾ നിന്നെ സ്ഥിരമാക്കും. But my arm shall also strengthen you. എൻ്റെ ഭുജം, എൻ്റെ കൈകൾ അവനെ ബലപ്പെടുത്തും. He will not just establish you, he will also strengthen you so that you can stand where he has positioned you. ദൈവം നിന്നെ സ്ഥിരമാക്കുക, സ്ഥിരപ്പെടുത്തുക മാത്രമല്ല ദൈവം ചെയ്യുന്നത്, അവൻ നിന്റെ കരങ്ങളെ അവൻ ബലപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ ശക്തിയെ പകർന്നുകൊണ്ട് നിന്റെ ജീവിതത്തിൽ തുടർന്ന് അവിടുന്ന് പ്രവർത്തിക്കുന്നതാണ്. Dear brother, sister, let me tell you, God's hand is upon your life. You will not be swept away by the wind or the waves or the water flow that is causing you to stumble. You will not be swept away because you are anointed and you are established and the arm of the Lord is there to strengthen you. സഹോദരി സഹോദരൻ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ കരങ്ങൾ നിങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് ഈ ലോകത്തിന്റെ വലിയ ഒഴുക്കുകൾപ്പെട്ട് കാറ്റുകൾപ്പെട്ട് നിങ്ങൾ അങ്ങ് ഒഴുകി പോകുകയില്ല, നിങ്ങളുടെ ജീവിതം നാശമായി പോകുകയില്ല. അവിടുത്തെ കരങ്ങൾ നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് അവിടുത്തെ ബലം നിങ്ങളുടെ മേൽ പകരുകയാണ്, അവിടുത്തെ ശക്തി നിങ്ങളെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. Hallelujah. 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 So what all did we learn now? ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? He calls a person, ഒരു വ്യക്തിയെ ദൈവം വിളിക്കുന്നു, he anoints that person, ആ വ്യക്തിയെ ദൈവം അഭിഷേകം ചെയ്യുന്നു, he establishes that person, ആ വ്യക്തിയെ ദൈവം സ്ഥിരമാക്കുന്നു, he strengthens that person, ആ വ്യക്തിയെ ദൈവം ശക്തീകരിക്കുന്നു. and the last one, അവസാനമായി he protects that person. ആ വ്യക്തിയെ ദൈവം സംരക്ഷിക്കുകയാണ്. Verse number 22. അതിന്റെ 22ാമത്തെ വാക്യം: The enemy shall not outwit him, the wicked shall not humble him. Verse 23. I will crush his foes before him and strike down those who hate him. 22ാമത്തെ വാക്യം: ശത്രു അവനെ തോൽപ്പിക്കുകയില്ല, വഷളൻ അവനെ പീഡിപ്പിക്കുകയുമില്ല. 23. ഞാൻ അവന്റെ വൈരികളെ അവന്റെ മുൻപിൽ തകർക്കും, അവനെ പകയ്ക്കുന്നവരെ സംഹരിക്കും. If you are called and anointed by the Lord, you can be sure the Lord's hand of protection is also upon your life. ദൈവം നിങ്ങളെ വിളിച്ച് അഭിഷേകം ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, ദൈവത്തിന്റെ കരങ്ങൾ നിങ്ങൾക്ക് എന്നും ഒരു സംരക്ഷണ കവചം ഒരുക്കിയിരിക്കും. Hallelujah. Hallelujah. When God calls one person out of the crowd, ദൈവം ഒരു വ്യക്തിയെ ജനക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് നിന്ന് വിളിച്ചു വേർതിരിക്കുമ്പോൾ everybody sees him, എല്ലാവരും അവനെ കാണുന്നു. but the devil also specially notices him. പിശാചും അവനെ പ്രത്യേകമായ രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. Oh, so now you are the called one. പിശാച് പറയാണ്, നീയാണല്ലേ വിളിക്കപ്പെട്ടവൻ, let me show you. ഞാൻ നിനക്ക് എന്ന് കാണിച്ചു തരാം. And so the devil plans things to stop that called one, that anointed one to stop functioning in his position. പിശാച് തനിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്ത് ആ വ്യക്തിയെ അഭിഷേകം ചെയ്യപ്പെട്ട നിലയിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും പിശാച് അഴിച്ചുവിടുകയാണ്. He will try to bring deception, things that will you don't even realize that you are being deceived, but he will try to bring it to you. പിശാച് പലപ്പോഴും ചെയ്യുന്നത് പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ, വഞ്ചനാപരമായ ചിന്തകൾ, അവൻ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. നമ്മൾ പോലും വിശ്വസിക്കുന്നവരെ അതിൽ നമ്മൾ തിരിച്ചറിയാത്ത രീതിയിൽ പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകളും പിശാച് നമ്മുടെ വഞ്ചന പിശാച് പലപ്പോഴും അയക്കാറുണ്ട്. He will try to bring plans, weapons, many things to stop you from stepping into whatever God has for you.
ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്തേക്ക്, ആ രീതിയിലേക്ക്, ശുശ്രൂഷകളിലേക്ക് ആ കാലെടുത്ത് വെക്കുന്നതിന് അതിന് തടസ്സമായി പല രീതിയിലുള്ള പദ്ധതികളും പ്ലാനുകളും എല്ലാം പിശാചിട്ടുകൊണ്ടിരിക്കും. He will try to bring sicknesses. പലപ്പോഴും പല വിധത്തിലുള്ള രോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇടാം. He will try to bring relationship issues. പലപ്പോഴും ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ, വഴക്കുകളൊക്കെ ഇട്ടാണ് പിശാച് പരിശ്രമിക്കുന്നത്. He will try to make you alone, lonely and secluded and separate. പലപ്പോഴും നിങ്ങളെ ഒറ്റപ്പെടുത്തി ആളുകളിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ച് അങ്ങനെ ഏകാന്തതയിലേക്ക് നിങ്ങളെ വിട്ടുകൊണ്ടായിരിക്കാം പക്ഷെ പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ തകർക്കുവാൻ ശ്രമിക്കുന്നത്. He will try to put negative thoughts and negative thought patterns in you so that you think about it yourself and you become depressed and you get distracted from walking into the calling that the Lord has for you. പലപ്പോഴും നിന്റെ ജീവിതത്തിലേക്ക് നെഗറ്റീവായിട്ടുള്ള നിരാശകളെ, ആ നിരാശകളുടെ ചിന്തകൾ പലപ്പോഴും അയച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നിരാശയിലേക്കും ഡിപ്രഷനിലേക്കും പോയി ദൈവം നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ വിളിയിലേക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പിശാച് തടസ്സങ്ങൾ ഇടാറുണ്ട്. He might make you fearful and he might make you shudder and tremble before the great things that God has for you. He might make you go back when you see the Goliath. പലപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഭയത്തെ നിറച്ച് പേടിയെ കൊണ്ടുവന്ന് പലപ്പോഴും നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഗോലിയാത്തിനെ കണ്ട് പേടിച്ച് വിറച്ച് പിന്മാറി തിരികെ പോകുവാൻ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പലവിധങ്ങളായ പ്രേരണകൾ പിശാച് ഇടുവാനുള്ള സാധ്യതയുണ്ട്. That is when you need to remind yourself, no, I am called by God, I am anointed by God, and I am going to destroy this Goliath in front of me. ആ സമയത്ത് നിങ്ങളെ തന്നെ നിങ്ങൾ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, ഞാൻ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ മുൻപിലുള്ള ഈ ഗോലിയാത്തിനെ ഞാൻ തകർത്ത് കളയാൻ പോവുകയാണ്. For those who are called and those who are anointed, there is an extra protection over you. ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ പകരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ ഒരു വലിയ രീതിയിലുള്ള ദൈവത്തിന്റെ സംരക്ഷണത്തെ കർത്താവ് അയച്ചിട്ടുണ്ട്. Thank you, Holy Spirit. Amen. If you go to ലുലുവിലേക്ക് പോവുകയാണെങ്കിൽ, ഞാൻ മലയാളത്തിൽ പറയാം, ലുലുവിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഒറ്റക്കല്ലേ പോകുന്നത്? അല്ല, നിങ്ങൾ ഒറ്റക്ക് ലുലു പോകുമ്പോൾ നിങ്ങൾ ഒറ്റക്കല്ലേ പോകുന്നത്? പക്ഷെ നരേന്ദ്രമോദി ലുലുവിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും? SPG എന്ന് പറയുമല്ലേ, ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും, ഒരു പോലീസ് കൂട്ടം ഉണ്ടായിരിക്കും. നരേന്ദ്രമോദിയുടെ മുമ്പിൽ ഒരു പട്ടാളം, ചുറ്റും ഒരു പട്ടാളം, പുറകിലൊരു പട്ടാളം. എവിടെ പോയാലും he has protection, VVIP protection. Why? Because he has been chosen to be the prime minister, elected to be the prime minister of India. കാരണം അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തിന് പ്രത്യേക രീതിയിലുള്ള സംരക്ഷണം ഒരുക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തെ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്, പ്രധാനമന്ത്രി എന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതാണ്. Similarly, you have been called and you have been anointed for a high position. You are a royal priesthood. അതുപോലെ തന്നെ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്, അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ഒരു രാജകീയ പുരോഹിതം എന്ന നിലയിൽ അതിശക്തമായ രീതിയിൽ ദൈവം നിങ്ങളെ വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ്. There is an army of angels in front of you, behind you and around you to protect you. ദൈവത്തിന്റെ ഒരു വലിയൊരു സൈന്യം നിന്റെ മുൻപിലും നിന്റെ പുറകിലും നിന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം അയച്ചിട്ടുണ്ട്. The psalmist says he will provide angels concerning you to guard you in all your ways so that your foot will not strike the stone. സങ്കീർത്തനത്തിൽ പറയുന്നത് നിന്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം ദൈവം തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നാണ് സങ്കീർത്തനകാരൻ പറയുന്നത്. You have an SPG of angels around you because you are a VVIP person, the anointed, the chosen one, called and separated from the group, and God has put his anointing upon your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ ഒരു സംരക്ഷണ സൈന്യം ദൈവം അയച്ചിരിക്കുകയാണ്. കാരണം ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്, ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്, ദൈവം നിങ്ങളെ വേർതിരിച്ചിരിക്കുകയാണ്.
Jeremiah, I have called you, anointed you as a prophet to the nations. ജെരമ്യാവേ, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഞാൻ നിന്നെ ഒരു ലോകത്തിന് പ്രവാചകനായി, രാജ്യങ്ങൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ വേർതിരിച്ചിരിക്കുകയാണ്. So you will have a special protection of angels. അതുകൊണ്ട് നിനക്ക് മാലാഖമാരുടെ ഒരു പ്രത്യേകമായ സംരക്ഷണം ഉണ്ടായിരിക്കുന്നതാണ്. David, I have anointed you to be the king of Israel, and in your throne the Messiah will sit, and so I'm going to give you a special protection of angels. ദാവീദേ, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇസ്രായേലിന്റെ രാജാവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. നിന്റെ കസേരയിലാണ്, നിന്റെ സിംഹാസനത്തിലാണ് മെശിഹ വന്നിരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എന്റെ പ്രത്യേക ദൂതന്മാരെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ തന്ന് നിന്റെ ജീവിതത്തിൽ ഒരു സംരക്ഷണ കവചം ഞാൻ ഒരുക്കാൻ പോവുകയാണ്. Paul, you have been called as an apostle to the Gentiles. You will write epistles that will shape theology for generations to come. So I will send forth my angels to protect you in all your travels, in all your house arrests, in all your ways you will be protected. പൗലോസേ, ഞാൻ നിന്നെ തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ജാതികൾക്ക് സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നിന്നിലൂടെ പുതിയ നിയമത്തിന്റെ തിയോളജി, ദൈവശാസ്ത്രവും എല്ലാം രൂപപ്പെടാൻ പോവുകയാണ്, തലമുറകൾ വേണ്ടിയുള്ള. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ എവിടെ പോയാലും, നീ എവിടെ യാത്രകൾ ചെയ്താൽ, നീ ഏതൊക്കെ ദേശങ്ങളിലൂടെ സഞ്ചരിച്ചാൽ, നിന്റെ മേൽ ഒരു വലിയ സംരക്ഷണത്തിന്റെ വലിയൊരു സൈന്യത്തെ ദൈവം അയച്ചിരിക്കുകയാണ്. People of God, let me look at you and let me tell you, you are called and you are anointed. ദൈവജനമേ, ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്, നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. And that means in your coming and in your going there is a special protection over you. അതിന്റെ അർത്ഥം ഇതാണ്, നീ പുറത്തു പോകുമ്പോൾ, അകത്തു വരുമ്പോൾ നിന്റെ മേൽ ഒരു വലിയ ദൈവത്തിന്റെ സംരക്ഷണമുണ്ട്. When the enemy points darts and attacks you with his arrows, there is a special protection over you. പിശാച് നിന്റെ മേൽ അമ്പെയ്ത് നിന്നെ നശിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ നീ ഒരു കാര്യം ഓർക്കുക, നിന്റെ മേൽ ദൈവത്തിന്റെ ഒരു വലിയ സംരക്ഷണമുണ്ട്. The enemy will come in one way but he will flee back in 7 different ways. നിന്റെ നേരെ പിശാച് ഒരു വഴിയായി വരും, പക്ഷേ അവൻ മടങ്ങി പോകുന്നത് 7 വഴിയായി ചിതറി ഓടാൻ പോകുകയാണ്. The enemy will come to deceive you, the enemy will come to distract you, the enemy will come to destroy you, but nothing will happen because you are engraved in the palm of your master's hands. പിശാച് നിന്റെ ജീവിതത്തിൽ നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ വഞ്ചിക്കുവാൻ, നിന്റെ ജീവിതത്തിൽ തെറ്റിദ്ധാരണകൾ കൊണ്ടുവരുവാൻ പിശാച് നിന്റെ ജീവിതത്തെ തകർക്കുവാൻ വഴി. പക്ഷെ ദൈവം നിന്റെ ജീവിതത്തിൽ വലിയ സംരക്ഷണത്തെ, വിടുതലിനെ ദൈവം അയക്കാൻ പോവുകയാണ്. Come on, shout, I am called by God. നിങ്ങളെ വിളിച്ചു പറഞ്ഞാൽ, ഞാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവല്ല, ദൈവം എന്നെ വിളിച്ചിരിക്കുകയാണ്. Called by God. ദൈവം എന്നെ വിളിച്ചിരിക്കുകയാണ്. I am anointed by God. ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. I am anointed by God. ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. God will establish me. ദൈവം എന്നെ ഉറപ്പിക്കാൻ പോവുകയാണ്. God will strengthen me. ദൈവം എന്നെ ശക്തീകരിക്കാൻ പോവുകയാണ്. God will protect me. ദൈവം എന്നെ സംരക്ഷിക്കാൻ പോവുകയാണ്. And I will fulfill every plan of God in my life, in my generation. എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ എല്ലാ പദ്ധതികളും എന്റെ തലമുറയിലും എന്റെ ജീവിതത്തിലും അത് നിറവേറ്റപ്പെടാൻ പോവുകയാണ്.